നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള കമ്പ്യൂട്ടർ സ്പീക്കറുകൾ ഉപയോഗമില്ലാതെ ഇരിക്കുന്നുണ്ടാവും. ഈ സ്പീക്കറുകൾ ഉപയോഗിച്ച് ഇതിനെ റിമോട്ട് കൺട്രോളായ ഒരു USB ബ്ലൂടൂത്ത് FM പ്ലെയർ ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്നതോടെ ഏതൊരാൾക്കും ഒരു സോൾഡറിംഗ് അയൺ പോലും ഉപയോഗിക്കാതെ ഇത് നിർമ്മിക്കാനാകും. വീഡിയോ മുഴുവനായി കാണുക. അതിനു മുമ്പ് മറ്റൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു കമ്പ്യൂട്ടർ സ്പീക്കറാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിനാവശ്യമായ പാർട്സുകൾ ഒന്ന് പറയാം. കമ്പ്യൂട്ടർ സ്പീക്കറും ഒരു മൊബൈൽ ചാർജറും അതിൻ്റെ ഒരു ചാർജിങ് കേബിളും ഈ കാണുന്ന പോലുള്ള ഒരു USB മോഡ്യൂളും മാത്രമാണ് ഇതിനാവശ്യം. ഇതുപോലെയുള്ള USB മോഡ്യൂൾ എല്ലാ ഇലക്ട്രോണിക്സ് കടകളിലും ഏകദേശം 150 രൂപ റേഞ്ചിൽ നമുക്ക് ലഭ്യമാണ്. സ്പീക്കറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പീക്കറിനെ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറാക്കി മാറ്റിയാലും പിന്നീട് ഒരു അവസരത്തിൽ ഇത് തിരിച്ചും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനാകും. ഇനി ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് കിടക്കാം. ചാർജിങ് കേബിളിൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന അഗ്രഭാഗം ഇതുപോലെ മുറിച്ച് ഈ 2 വയറുകൾ മാത്രം എടുക്കുക. ഇതിലാണ് 5 വോൾട്ട് DC സപ്ലൈ വരുന്നത്. ഈ 2 വയറുകളിൽ ചുവപ്പ് വയർ പോസിറ്റീവും കറുപ്പ് വയർ നെഗറ്റീവും ആയിരിക്കും. മറ്റു 2 വയറുകൾ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഈ വർക്കിന് സപ്ലൈ വയർ മാത്രമേ ആവശ്യമുള്ളൂ. മറ്റുള്ളവ മുറിച്ച് മാറ്റാം. ഈ 2 വയറുകളാണ് USB ബോർഡിലേക്കുള്ള 5 വോൾട്ട് സപ്ലൈ ആയി കണക്ട് ചെയ്യേണ്ടത്. പാനലിൽ 6 വയറുകളാണ് വരുന്നത്. അതിൽ ഈ കാണുന്ന 2 വയറുകൾ പവർ സപ്ലൈക്കും ഈ 3 വയറുകൾ ഓഡിയോ ഔട്ടിനും റെഡ് വയർ FM ആൻറ്റിനയ്ക്കും വേണ്ടിയുള്ളതാണ്. നമുക്ക് ആദ്യം USB ബോർഡിലേക്കുള്ള 5 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യാം. ഈ വയറുകളിലാണ് പവർ സപ്ലൈ നൽകേണ്ടത്. USB ബോർഡിൽ അത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഇതാണ് നെഗറ്റീവ് ലൈൻ, ഇത് പോസിറ്റീവ് 5 വോൾട്ട്. ഈ നെഗറ്റീവ് ലൈൻ USB കേബിളിൻ്റെ നെഗറ്റീവായി ഇതുപോലെ കണക്ട് ചെയ്യാം. അതുപോലെ പോസിറ്റീവ് വയറും കേബിളിൻ്റെ പോസിറ്റീവായി ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാം. അതിനുശേഷം ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് കവർ ചെയ്യാം. ഇനി വേണ്ടത് സ്പീക്കറിൻ്റെ സ്റ്റീരിയോ പിന്നിലേക്ക് ഓഡിയോ സിഗ്നൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ പോലെ USB മോഡ്യൂളിൽ 3 വയറുകളാണ് ഔട്ട്പുട്ടായി വരുന്നത്. അതേസമയം സ്പീക്കറിലെ സ്റ്റീരിയോ പിന്നിലും 3 വയറുകളാണ് ഇൻപുട്ടായി വരുന്നത്. USB ബോർഡിൽ ഇത് ലെഫ്റ്റ് ഓഡിയോ ഔട്ട്, ഇത് ഗ്രൗണ്ട്, ഇത് റൈറ്റ് ഓഡിയോ ഔട്ട്. ഗ്രൗണ്ടിൽ നിന്നും വരുന്ന വയർ സ്റ്റീരിയോ പിന്നിൻ്റെ നെഗറ്റീവ് പോയിന്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. എല്ലാ സ്റ്റീരിയോ പിന്നിലും നെഗറ്റീവ് ഇതുതന്നെയായിരിക്കും. ഇതുപോലെ നന്നായി ടേപ്പ് ചെയ്യാം. USB-യിൽ നിന്നും വരുന്ന മറ്റ് 2 വയറുകൾ സ്റ്റീരിയോ പിന്നിൻ്റെ ഈ 2 പോയിന്റിൽ ഇതുപോലെ കണക്ട് ചെയ്യാം. ഇത് തമ്മിൽ മാറിപ്പോയാലും പ്രോബ്ലം ഒന്നുമില്ല. നെഗറ്റീവ് കറക്റ്റായി തന്നെ കൊടുക്കുക. ഇനി ഇതും ഇതുപോലെ നന്നായി ടേപ്പ് ചെയ്യാം.
FM ലഭിക്കണമെങ്കിൽ ആൻറ്റിനയായി ഒരു വയർ ആൻറ്റിന പോയിന്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. അതും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്പീക്കർ പ്ലഗും USB ചാർജറും പ്ലഗിൽ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യാം. സ്പീക്കറും USB മോഡ്യൂളും ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ റിമോട്ട് ഉപയോഗിച്ച് ബ്ലൂടൂത്ത് സെലക്ട് ചെയ്ത് നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഓഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി USB കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. Play by USB drive. USBയും ബ്ലൂടൂത്തും നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. FM ചെക്ക് ചെയ്ത് നോക്കാം. FM mode. நமக்கொரு மாலை செய்கிறது காலத்தின் சந்தோஷம் தொடர்ந்தது கொடியென படர்ந்தது மழைக்கால மேகம் ஒன்று மழையிலும் இந்த நாணம் கரையவில்லை அலம் சித்திர பெண்ணை பார்வை தேடியது இதுவரை புரியவில்லை AUX mode. Bluetooth mode. Paired. യൂണിവേഴ്സലായി ഉപയോഗിക്കാവുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോക്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിനുള്ളിൽ USB ബോർഡ് സെറ്റ് ചെയ്യാം. ഇതിനായി ഇലക്ട്രിക്കൽ കടകളിൽ ലഭിക്കുന്ന ചെറിയ PVC സ്വിച്ച് ബോക്സും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സിമ്പിൾ USB ബ്ലൂടൂത്ത് സ്പീക്കർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.